നമ്മൾ ഇതുവരെ നോക്കിയത് MS ഓഫീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങളും പിന്നെ ഡോക്യുമെൻറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേഷൻ, പിന്നെ ഡോക്യുമെൻറ്റ് എങ്ങനെ സേവ് ചെയ്യാം, സേവ് ആസ് ന്യൂ ഡോക്യുമെൻറ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്ത് നോക്കി. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലൊരു ബ്ലാങ്ക് സ്ക്രീനാണ് കിട്ടിയത്. ഈ ബ്ലാങ്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് പുതിയ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ എന്നുള്ള ഒരു ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഈ കാണുന്നതൊക്കെ ടെംപ്ലേറ്റ്സുകളാണ്. ഫസ്റ്റ് കാണുന്നതാണ് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരേണ്ടത്. നമുക്ക് അതിലാണ് പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യും. അതല്ല, നമുക്ക് ഡോക്യുമെൻറ്റ് ക്രിയേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഈ ടെംപ്ലേറ്റ്സുകളെ കുറിച്ചൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ടെംപ്ലേറ്റ്സുകൾ. ഇത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇതിവിടെ കാറ്റഗറി വൈസ് നമുക്ക് സെർച്ച് ചെയ്യാം. ബിസിനസ്, കാർഡ്സ്, ഫ്ലയേഴ്സ്, ലെറ്റേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറി വൈസ് നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ടെംപ്ലേറ്റ്സുകൾ മാത്രം നമുക്ക് കാണിച്ചു തരും. അതല്ല, നമുക്ക് ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യണം. ഉദാഹരണം റെസ്യൂമേ. എനിക്ക് റെസ്യൂമെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസ്യൂമേയുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ഏതൊക്കെ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണെന്നുള്ളത് ഒന്ന് കാണണം. ഞാൻ റെസ്യൂമേ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റെസ്യൂമേസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തരും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്യൂമേ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡിസൈൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളിൽ നമ്മുടെ ഇതിൽ നെയിം ഹിയർ, ജോബ് ടൈറ്റിൽ ഹിയർ, അങ്ങനെ കോൺടാക്ട് നമ്പർ ഹിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഉദാഹരണത്തിന് നെയിം ഹിയർ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈവൻ ഫോണ്ട് സൈസും ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ, ഇത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതേപോലെ ടെംപ്ലേറ്റ്സ് വരും. അത് നമ്മൾ അവിടെ ഒരു ഡാറ്റ എൻട്രി പോലെ കാര്യങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് പെട്ടെന്നൊരു ഡോക്യുമെൻ്റ് ഒരു ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഇതേപോലെ ടെംപ്ലേറ്റ്. ഇത് ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇപ്പോൾ റെസ്യൂമേ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്യണ്ട. നമ്മൾ ഫയലിൽ പോകുന്നു. ഫയൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ്, ഒരു ഡിസൈനും ഇല്ല, നമുക്ക് പുതുതായിട്ടൊരു കാര്യം ഡിസൈൻ ചെയ്ത് ടൈപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് ഓപ്പൺ ആയി വരുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്സിനും കുറച്ച് ഡീഫോൾട്ട് സെറ്റിങ്ങുകളുണ്ട്. നമുക്കിവിടെ ഒരു കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ കേഴ്സർ 1 ഇഞ്ച് മാർജിനിലാണ് ബ്ലിങ്ക് ആയിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ഇത് പ്രിൻ്റ് ലേഔട്ടിലാണ് ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഡിഫോൾട്ട് പേര് നമ്മളിവിടെ കാണുന്ന ഡോക്യുമെൻറ്റ് 1 എന്ന് കാണുന്നില്ല, ഡോക്യുമെൻറ്റ് 1 വേർഡ്. ഈ ഡോക്യുമെൻറ്റ് 1 എന്നുള്ളതാണ് ഇതിന് ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന പേര്. നമ്മൾ സേവ് ചെയ്യുന്നവരെ ഡോക്യുമെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും അത്. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഒരു നമ്പർ, ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു നമ്പർ, അങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് ഒരു ഡോക്യുമെൻറ്റിന് വേർഡ് പേര് കൊടുക്കുന്നത്. നമ്മൾ സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഏതാണ് നമ്മൾ പേര് കൊടുത്തത് അതാണ് ഇവിടെ കാണിക്കുക. നമുക്കിനി ടൈപ്പ് ചെയ്ത് തുടങ്ങാം. കുറച്ച് സൂം ഇൻ ചെയ്യാൻ പോവുകയാണ്. സൂം ഇൻ ചെയ്യുന്നതും സൂം ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഹലോ വേർഡ് എന്ന് കൊടുത്തു. ഇനി ഞാനിത് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ നമുക്ക് ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, സേവ് ഏസ് എന്നുള്ള വേറൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി സേവ് ഏസ് ആണ് ആവാൻ പോകുന്നത്. സേവും സേവ് ഏസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, സേവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സേവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും സേവ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് പുതുതായിട്ടൊരു ഡോക്യുമെൻറ്റ് പുതിയൊരു പേരിൽ സേവ് ചെയ്യുന്നതാണ് സേവ് ഏസ്. നമുക്ക് ഇത് സേവ് ചെയ്യാം. നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് സേവ് ഏസ് എന്നുള്ള ടൈബിലേക്ക് പോയി. നമ്മൾ സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ഏസ് എന്നുള്ള ടൈബിലേക്ക് പോകും. സേവ് ഏസിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കാണുന്നതൊക്കെ ലൊക്കേഷൻ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനത് വേർഡ് ട്യൂട്ടോറിയൽ എന്നുള്ള ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡറിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റീസെൻറ്റ് ആയിട്ടുള്ള ഫോൾഡറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിഫോൾട്ടായിട്ട് ഒരു നെയിം ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് ഹലോ വേൾഡ് എന്നാണ്, അതാണ് ഡിഫോൾട്ടായിട്ട് ഒരു പേര് തന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേർഡ് ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യാം. നമുക്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ കാണുന്ന സേവ് എസ് ടൈപ്പ് എന്നുള്ളതിൽ ഈ ഏറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റ്, അത് ഡോക്എക്സ് ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യാം. പിന്നെ പഴയ വേർഡ് ഡോക്യുമെൻറ്റ് 27/2003 ഡോക് ഡോക്യുമെൻറ്റ് അങ്ങനെയും സേവ് ചെയ്യാം. അതല്ല നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ട് സേവ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷനുകളുണ്ട്. നമ്മളിപ്പോൾ സേവ് ചെയ്യാൻ പോകുന്നത് വേർഡ് ഡോക്യുമെൻ്റായിട്ടാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് സേവായി. നമ്മൾ ഇവിടെ മുമ്പ് നേരത്തെ കാണിച്ചിരുന്നത് ഡോക്യുമെൻറ്റ് 1 എന്നായിരുന്നു. ഇപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ പേര് എക്സാമ്പിൾ എന്നുള്ളതെന്നാണ് നമ്മൾ കൊടുത്തത്. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും ഫയലിൽ പോവുക, സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേവ് ഏസായിട്ട് പോകുന്നില്ല, ലൊക്കേഷൻ ചോദിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് സേവ് ആവുകയാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഫയൽ അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫയലിൽ പോയി സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ കാണുന്നത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താലും മതി. അതല്ല, ഇത് സേവ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, കീബോർഡിൽ കീസ് കൺട്രോളും എസ്സും ആണ്. നമ്മൾ കൺട്രോളൊന്നും എസ് എന്നുള്ള കീസ് ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. നമ്മൾ ഇവിടെയുള്ള ഈ സേവിൻ്റെ മുകളിൽ നമ്മൾ മൗസ് കേഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റിൽ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് കൺട്രോൾ പ്രസ് എസ്. അതാണ് അതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ട്സ്. ഇനി നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ഉള്ള ഫയൽ അപ്ഡേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. നമുക്കിതൊരു പുതിയ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ഏസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, പുതിയൊരു പേര് കൊടുക്കുക. എക്സാമ്പിൾ എന്നാണ് നമ്മൾ പഴയ പേര്, നമ്മൾ എക്സാമ്പിൾ 1 എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഇത് പുതിയ ഒരു ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യുന്നത്, സേവ് ഏസ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു.